സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കത്തിൽ അടിമുടി ദുരൂഹത. നഷ്ടപരിഹാരം നൽകുന്നത് കരാർ വ്യവസ്ഥകൾ ലംഘിച്ച്. ഉറപ്പുകൾ ലംഘിച്ചത് ടീകോമാണ്. നഷ്ടപരിഹാരം നിർണ്ണയിക്കാനുള്ള സമിതിയിൽ ടീകോം പ്രതിനിധി ബാജു ജോർജിനെ ഉൾപ്പെടുത്തിയതിലും ദുരൂഹത. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ അടിമുടി ദുരൂഹതയാണ് കാണാൻ കഴിയുന്നത്. ഏത് വഴിയിലെടുത്താലും അത്തരത്തിലുള്ള ദുരൂഹത കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഈ നഷ്ടപരിഹാരം നൽകുന്നതും കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിഞ്ഞു വരുന്നത്. എന്തൊക്കെ വിവരങ്ങൾ ചേർത്ത് വയ്ക്കാനുണ്ട്? വീണ, തുടക്കം മുതൽ തന്നെ അടിമുടി ദുരൂഹത തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ എല്ലാ ഇടപാടുകളിലും ഉണ്ടായിരുന്നത്. കാരണം സ്മാർട്ട് സിറ്റിക്ക് അനുകൂലമായ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകണം എന്നതിനപ്പുറം ടീകോമിനെ സംരക്ഷിക്കണം, ടീകോമിന്റെ ലാഭക്കണക്കുകളിൽ മെച്ചം മാത്രം ഉണ്ടാകണം എന്ന തരത്തിലായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ. ഇവിടെ സർക്കാരല്ല, മറിച്ച് ടീകോമാണ് ധാരണകളെല്ലാം തന്നെ പൂർണ്ണമായും ലംഘിച്ചിരിക്കുന്നത്. എന്നിട്ടും ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ ആലോചിക്കുന്നതിന് പകരം ഈ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു എന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെ ടീകോമിന് നഷ്ടപരിഹാരം അങ്ങോട്ട് നൽകിക്കൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുക, പിന്നീട് മറ്റൊരു കമ്പനിക്ക് നിർമ്മാണ പദ്ധതി കൈമാറുക എന്ന ഒരു നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. കാരണം 10 വർഷത്തിനുള്ളിൽ 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കുക, ആ കെട്ടിടത്തിൽ വിവിധ IT കമ്പനികൾക്കായി നൽകുക, അങ്ങനെ 90,000 തൊഴിലവസരങ്ങളായിരുന്നു വാഗ്ദാനം ചെയ്തത്. അങ്ങനെ 90,000 തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത ടീകോമിന് 13 വർഷത്തിന് ഇപ്പുറവും ഈ കരാറുകൾ ഒപ്പിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പദ്ധതി യാഥാർത്ഥ്യമായി എന്ന വലിയ അവകാശവാദങ്ങൾ സർക്കാരും ഈ ടീകോമും എല്ലാം ഉന്നയിച്ചതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും 7,000-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. സാധാരണ നിലയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായാൽ മാത്രമാണ് സർക്കാർ അവിടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അതായത് ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടാവുകയാണെങ്കിൽ, വൈദ്യുതി എത്തിക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടാവുകയാണെങ്കിൽ എല്ലാം തന്നെയാണ് അത് സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ കരാറിലെ ലംഘനമായി മാറുകയുള്ളൂ, സർക്കാരിന്റെ വീഴ്ചയായി മാറുകയുള്ളൂ. എന്നാൽ ഇത്തരത്തിലുള്ള ഭാഗത്ത് നിന്ന് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ടീകോം ആവട്ടെ ഈ കരാർ പൂർണ്ണമായും തന്നെ ലംഘിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിലും പരസ്പരം ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ച് നടപ്പിലാക്കാൻ ടീകോമിന് കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 2017-ൽ തന്നെ ആരംഭത്തിൽ തന്നെ ടീകോമിന് ഈ പദ്ധതിയിലുള്ള താല്പര്യങ്ങൾ നഷ്ടമായിരുന്നു. അതിന്റെ മാതൃ കമ്പനിക്ക് ഈ പദ്ധതിയിലുള്ള താല്പര്യങ്ങൾ നഷ്ടമായിരുന്നു. പിന്നീട് സർക്കാരിന്റെ ചില സമ്മർദ്ദങ്ങളിൽ, തുടക്കത്തിലുണ്ടായിരുന്ന സമ്മർദ്ദങ്ങളിൽ മാത്രം മുന്നോട്ട് പോയി. പിന്നീട് സർക്കാർ ഈ ടീകോമിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുകയും ഏറ്റവും ഒടുവിൽ ഈ പദ്ധതി 10 വർഷത്തിന് ശേഷവും നടപ്പിലാക്കുന്നില്ല എന്ന് വ്യക്തമായിട്ടും ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ല. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നഷ്ടപരിഹാരം അങ്ങോട്ട് ടീകോമിന് നൽകിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, ഭൂമി തിരിച്ചുപിടിക്കുക എന്നത്. മാത്രമല്ല മറ്റു നിരവധി നടപടിക്രമങ്ങളിലും പൂർണ്ണമായും തന്നെ ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ പ്രകടമാണ്. അതോടൊപ്പം തന്നെ ടീകോമിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ വ്യക്തവുമാണ്. ഓക്കെ, ശരി ജിജീഷ്.